ഗുഡ് മോർണിംഗ്. പുനർജീവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്ത് രാവിലെ തന്നെ നീറ്റ് വന്ന് വീഡിയോ എടുക്കാൻ വിചാരിക്കും അല്ലേ? ക്ലാരിറ്റി കുറവുണ്ടോ? ക്യാമറ തുടക്കട്ടെ. ഇതിപ്പോൾ ഞാൻ വീടിൻ്റെ പോർച്ചിക്ക് ഇറങ്ങിയതാണ്. ഉള്ളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഈ കുറേ വൃത്തിയുടെ സാധനങ്ങളില്ലേ, എൻ്റെ അമ്മ, എൻ്റെ കെട്ടി, എൻ്റെ കുട്ടി, ഇവരൊക്കെ വന്നിട്ട് റൂമിൽ ഇപ്പോൾ ഞാൻ ഒരു ചാര് കസേര ഇരിക്കട്ടോ, അങ്ങനെ കാണിച്ചു തരട്ടോ. അങ്ങനെ പഴയ ചാര് കസേരയാണ്. അപ്പോൾ അത് ചുങ്കത്ര വീട്ടിൽ ഞങ്ങൾ കൊണ്ടുവന്നാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ചന്തക്കുന്ന് വീട്ടിലാണ് കേട്ടോ. അപ്പം ഇന്നലെ വൈകുന്നേരം ഹസ്ബൻഡിന് ഇടയ്ക്ക് ഓരോ മാഞ്ഞാലാണേ. കുട്ടിയൊക്കെ എക്സാമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നില്ല, നാളെ. അപ്പോൾ എക്സാം ഉണ്ടെങ്കിലും അപ്പോൾ ഒരു പൂതി കുട്ടികളെ നിങ്ങൾ കൊണ്ടുവരണം, കുട്ടികളെ കാണാൻ കുറേ സാരി വന്നിട്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോയത് കാരണേ അപ്പോൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാക്കാ രാവിലെ തന്നെ വീഡിയോ എടുക്കുമ്പോഴേ നമ്മൾ അയലോകത്തെ കാക്കത്തിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അവരോടും സംസാരിക്കാനേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഉറക്കപ്പിച്ചിൽ ഇങ്ങനെ നീറ്റ് വന്നപ്പോഴേ ഒരുങ്ങാനൊന്നും പറ്റില്ല. പക്ഷേ ഞാനൊരു ക്രാബ് ഇട്ടു കേട്ടോ മുടിയിൽ. ഒരു ഉച്ചക്കെട്ട് കെട്ടുന്നതിന് വരെ ഒരു ക്രാബ് ഇട്ടുണ്ട്. ഒരുങ്ങിയിട്ടൊന്നുമില്ല, പ്രേതം പോലെ ഇങ്ങനെ നിൽക്കണം. കണ്ണൊക്കെ ഉണ്ടാവുക ചേർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഡേ മൈ ലൈഫ് ഒന്നും എടുക്കാൻ പറ്റാറില്ല എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് ഉറക്കം കിട്ടില്ല. 4 മണി കഴിഞ്ഞപ്പോൾ ഉറക്കം പോയി. പിന്നെ ഒന്നാമതൊരു കാരണം കെട്ടിയാണ് കേട്ടോ. ഇവിടെ താഴെ ഞങ്ങൾക്ക് ഇവിടെ 2 റൂമാണുള്ളത്. ഈ ഒരു റൂം എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമായിട്ടുള്ളതാണ്. കാരണം അറിയാമല്ലോ, നമുക്ക് ഇത്രയും വലിയ സർജറി കഴിഞ്ഞ സ്ഥിതിക്ക് അവിടെ കുട്ടികളാരും ആരും കയറില്ല. എൻ്റെ അമ്മ മാത്രമേ ബാത്റൂം കഴുകാനും എൻ്റെ റൂം ക്ലീൻ ചെയ്യാനൊക്കെ അമ്മ മാത്രമേ വരുള്ളൂ. ഹസ്ബൻഡിൻ്റെ കുട്ടികളാണ് വരില്ല. ഇപ്പോൾ പിന്നെ ഒരു 6 മാസം ആയപ്പോൾ തൊട്ട് ഇടയ്ക്ക് കുട്ടികളൊക്കെ ഇടയ്ക്ക് കയറും കേട്ടോ. ഹസ്ബൻഡാണെങ്കിലും എന്നാലും വല്ലാതെ ഒന്നും കയറില്ല. പക്ഷേ ഈ 4 മണി 3:30 ആകുമ്പോഴേ എൻ്റെ കെട്ടിൻ്റെ സ്വഭാവമുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിലുണ്ടല്ലോ, ഞാൻ ചോദിക്കുന്നത് കല്യാണം കഴിക്കാൻ പോകാൻ നിൽക്കും. അത് ഇന്നൊന്നല്ല, വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ഭ്രാന്താണിത്. 15 വർഷം എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട്. അതിലൊരു എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷമായിട്ട് ഞാൻ അത് അനുഭവിക്കുന്നുണ്ട്. നേരത്തെ കിടന്നുറങ്ങുക, കിളികളെ പോലെ 7 മണിക്ക് കൂട്ടി കയറാതെ, കോഴിക്കുട്ടികളെ പറഞ്ഞ പോലെ നേരത്തെ ഉറങ്ങുക. ഒരു 8:30 8:45 ഉള്ളിലോ 9 മണീൻ്റെ ഉള്ളിൽ ഉറങ്ങുക. അതേപോലെ നേരത്തെ എണീക്കുക 3:30 മണിക്കൊക്കെ. എനിക്കാണെങ്കിൽ ഇത്ര നട്ടട്ടാണ്ട് വേറില്ല. കിളികളെ സൗണ്ടൊക്കെ കേൾക്കാമല്ലോ ഇവിടെ. നല്ല രസമാട്ടോ അവിടെ ഇരിക്കുമ്പോൾ. രാവിലെ സൗണ്ട് എന്തോ ഉണ്ട് അല്ലേ. ഫാൻ ഇട്ടിട്ടില്ല. എനിക്ക് വൈകുന്നേരം ഇപ്പോൾ ഫാൻ ഇടുമ്പോഴേ വയസ്സത്തിയായില്ല, കാലിന് ഭയങ്കര കോച്ചിപ്പിടുത്താൻ പോയി. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ബാക്ക് ക്യാമറ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണില്ല, നോക്കട്ടെ. എടുക്കാൻ പറ്റണോ? നോട്ട് സപ്പോർട്ടഡ് നമുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഞങ്ങളോട് പറയാൻ വിട്ടുപോയി. ഞാനിവിടെ ഇങ്ങനെ പോർച്ചിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ അയൽവക്കത്തെ ഞാൻ എപ്പോഴും പറയാമല്ലേ, ഞങ്ങൾ അയൽവക്ക അടിപൊളിയാണെന്നുള്ളത്. യൂട്യൂബിലെ ചാനൽ എടുക്കുകയാണ്. അത് സോറി. അപ്പോൾ ഞാൻ വിടുതാ നമ്മളെ അയൽവക്കത്തെ നിഷ്ണക്കുട്ടീൻ്റെ ഇത് കൂടെ ട്രിപ്പ് അടിക്കുന്നത്. ഇവള് അനിയനുണ്ടല്ലോ. ശരിക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തല്ല. ഓളെ ഇടയ്ക്കിടയ്ക്ക് അന്ത് വിട്ട് കേട്ടോ. കാരണം ഞാൻ തന്നെ പറഞ്ഞു കേട്ടോ. ഇതേപോലെ ഇവരുടെ വീട്ടിൽ കുറേ കുട്ടികളുണ്ട്. ഏട്ടനോ വലിയ കുടുംബമാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഇവളിങ്ങനെ ട്രിപ്പ് അടിച്ച് പോകും. ഞാൻ എപ്പം നോക്കി ഇവളുണ്ട്, മോനുണ്ട്. ഇവളനിയന് മോനിപ്പം മിഞ്ഞാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, അവന് ഇതേപോലെ ഗൾഫ് പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അല്ല എന്തുണ്ടെങ്കിലും ചേച്ചി കാര്യം പറയാൻ കേട്ടോ, എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരാട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ 2 പേരും ബട്ടർഫ്ലൈ ആയിട്ട് ഫുൾ ടൈം 2 സ്കൂട്ടി വെച്ച് പറന്ന് നടക്കും. ഇവളെപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവളെ കണ്ടപ്പോഴേ ഞാൻ ഓളെയും കൂട്ടി എടുക്കാച്ചു. പിന്നെ ഈ എവിടേക്ക് എപ്പോൾ പോയി വരുന്നത് അത് ചോദിക്കട്ടെ. നിങ്ങൾക്ക് വീഡിയോയുടെ ഇടയ്ക്ക് ഇവളെ കൊണ്ട് ഞാൻ ചോദിക്കാൻ മറന്നു. എന്താ കാണാൻ പറ്റി? ആരുമില്ല, ഞാൻ പണിയിട്ട് വന്നിട്ടുള്ളൂ. ഓള് പോവാണ്. ഓൾക്ക് ഭയങ്കര ടെൻഷൻ. അവള് കഴിഞ്ഞ് ഞാൻ പോവാട്ടോ, പല്ലും തെച്ചിട്ടില്ല, ഞാൻ പോവാണ്. അപ്പോൾ ഓള് പോയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ രാവിലെ ഇവരിട്ട് ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഓളെ കണ്ടപ്പോൾ ഓള് വന്ന് നിർത്തിയ സ്കൂട്ടി കൊണ്ടുവന്ന് നിർത്തിയതാണേ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടേ. ഓക്കെ, ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ. കാലിലൊക്കെ ഞാൻ സോക്സ് ഇട്ടിരിക്കുക. ഭയങ്കരമായിട്ട് കാലിൻ്റെ അവിടെയൊക്കെ ഭയങ്കര കോച്ചിപ്പിടുത്തം. ഞാൻ ഒരു കാലിന് മറ്റേ സോക്സ് കാണാം എവിടെയാണാവോ 2-3 സോക്സൊക്കെ ഉണ്ട്. എനിക്ക് അന്ന് ഈ ഡയാലിസിസിൻ്റെ സമയത്ത് കാലിൽ 2 കാലിൽ സോക്സൊക്കെ ഇട്ട്, കയ്യിനും അതുപോലെ തന്നെ. എനിക്ക് ആ തണുപ്പ്, ഒന്നാമത് എനിക്ക് AC പറ്റില്ല, തണുപ്പ് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര തണുപ്പല്ലേ, അത് ഞാൻ വിറച്ചിട്ട് വെട്ടി വിറയ്ക്കും. അത് കാരണം അങ്ങനെ എനിക്ക് വാങ്ങി തന്നു. ഇപ്പോൾ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഇതൊന്നും കാണാമല്ലോ എവിടെയാണോ. ഞാൻ അപ്പോൾ കണ്ടപ്പോൾ ഒന്നും രാത്രി ഫാൻ ഇടാതെ ഒരെണ്ണം എടുത്തിട്ട് ഒരു കാലിലിട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇവർ കെട്ടിയതേ പുലർച്ചയ്ക്ക് നീറ്റിട്ട് ബ്രഹ്മമുഹൂർത്തം നീറ്റിട്ടുണ്ട്. മേലെ റൂമിലെ പുള്ളിക്കാരൻ കിടക്കാം. താഴെ ഇപ്പുറത്ത് 2 റൂമിൽ, ഒരു റൂമിൽ അമ്മയും ഒരു റൂമിൽ ഞാനും. പക്ഷെ ഇപ്പം ഞാനൊരു 10 ദിവസം മുന്നേ ഇപ്പോൾ ഒരു 4-5 ദിവസം മുന്നേ തൊട്ടിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫിക്സൊക്കെ വന്ന് പെട്ടെന്ന് നോർമൽ കഷ്ടപ്പെട്ടു. ഞാൻ അഡ്മിറ്റായി പറഞ്ഞില്ല ഇവിടെ ആശ്രമത്തിൽ. അതിനുശേഷം അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അതിന് ശേഷം അമ്മ എന്ത് ചെയ്യും, ഒരു ഹോസ്റ്റൽ ബെഡ് എടുത്തിട്ട് എൻ്റെ റൂമിൽ നിലത്ത് വിരിച്ചിട്ട് അവിടെ കിടക്കാം. അമ്മയ്ക്ക് പേടിയാണ്, കാരണം വലിയ കിടക്കാൻ താങ്ങി പിടിക്കാൻ വേണ്ട. അതാകുമ്പോൾ സുഖമല്ലേ, ഹോസ്റ്റൽ ബെഡ് ആകുമ്പോൾ സുഖമല്ലേ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ കിടക്കും കേട്ടോ. ഞാൻ എണീറ്റെന്ന് പറയട്ടെ കേട്ടോ. ഈ ചാരകസരത്തിലാണെങ്കിൽ കുഴിഞ്ഞിരിക്കുമ്പോൾ ഒരു സുഖമല്ല. പിന്നെ ഒരു രസമല്ലേ, ഞാൻ വയസ്സത്തി ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അമ്മ അവിടെ കിടക്കും.
ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡ് ഒരു പൂതി പറഞ്ഞില്ലേ, അപ്പോൾ പുള്ളിക്കാരൻ കുട്ടികളെ കൊണ്ടുവരണം പറഞ്ഞിട്ട് എൻ്റെ വൈകുന്നേരം 5:30 അച്ഛനമ്മേനെ വിളിച്ചിരുന്നത് അവിടെ പ്രസാദനെ വിളിച്ചിട്ട് ഓട്ടോയ്ക്ക് അവരെ നിങ്ങളുടെ വിടുമോ ഒന്നും ഇപ്പം 2 ദിവസം ക്ലാസ്സിലല്ലോ മറ്റന്നാൾ ഇവിടുന്ന് പോവാം പഠിക്കാനുള്ള ബുക്ക് എടുത്താൽ മതിയോ. അല്ല അമ്മ അച്ഛനൊക്കെ ചോദിച്ചിട്ട് ഈ വൈകുന്നേരം വിടണമെന്ന്. പിന്നെ ആമിക്കുട്ടി വലിയ കുട്ടിയായതല്ലേ നമുക്ക് ഇവിടെ എന്നാൽ പുള്ളിക്കാരൻ പോയി കൊണ്ടുവന്നാൽ മതി. ആ പൊട്ടം കിണറായി ചെയ്തിട്ടില്ല. അപ്പോൾ പ്രസാദം പിന്നെ നമ്മളെ നാട്ടിലുള്ള ആൾ തന്നെയാണ്. പിന്നെ കുറേ കാലങ്ങളായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളല്ലേ. പിന്നെ നമുക്കൊരു ധൈര്യമാണല്ലോ നമ്മൾ അറിയുന്ന ആളുകൾ എന്നുള്ള ഒരു ധൈര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ 3 പേരും സ്പോട്ടിൽ അവർ റെഡിയാക്കി കൊടുത്തു. ഒരു അധിക ദൂരമൊന്നുമില്ല. ചന്തക്കുന്ന് ഇപ്പോൾ നമ്മളെ ചുങ്കത്തറയ്ക്ക് ഒരു 20 മിനിറ്റല്ലേ ഉള്ളൂ. പിന്നെ വലിയ ബ്ലോക്കൊന്നുമില്ലല്ലോ. വൈകുന്നേരം ആകുമ്പോൾ വേഗം വന്നിട്ട് അവർ 10-20 മിനിറ്റ് കൊണ്ട് അവരിവിടെ എത്തി. അങ്ങനെ ഇവരൊന്നും കിടക്കാൻ നേരത്തെ ഒറ്റ കുട്ടി മേലേക്ക് വീണില്ല. ഇവിടെ നമ്മുടെ ഞാൻ വീട് ഒരു ദിവസം ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒക്കെ ഇവിടെ കിടക്കണത് ഈ എവിടെയും സ്ഥലമില്ലാത്ത പോലെ ഉണ്ട്. അത് ഞാൻ വാതിൽ തന്നെ അടച്ചിടാനുള്ള കാരണം ഇവിടെ ലിവിംഗ് റൂമിൽ ഞങ്ങൾക്ക് പഴയ മോഡൽ വീടാണ് കേട്ടോ. ഞങ്ങൾ മേടിച്ച വീടാണെങ്കിൽ കാണുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ഇപ്പം ഞാൻ കാണിച്ചു. ഇതിപ്പോൾ ഗേറ്റാണ്. അപ്പോൾ ഗേറ്റൊക്കെ ഇതാടണം. എൻ്റെ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഇട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളെ വീട് കേട്ടോ. ഒരിടനാണ് വീടിൻ്റെ പേര് എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വലിയ വീടൊക്കെ വലിയ വീടാണ്, നല്ല വീടാണ്. പക്ഷേ ഒരുപാട് വർഷം പഴക്കമുണ്ട് ഈ വീടിന്. 10-30 വർഷം പഴക്കമുണ്ട്. ഫ്രണ്ട് ഭാഗവും 15 വർഷം ബാക്കിൽ വേറെ അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിനെ എൻഫൈ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഉള്ളിൽ കാണിക്കാത്ത എന്താ വെച്ചാൽ ഇവരൊക്കെ ഇവിടെ കിടക്കുന്ന റൂമില്ലാത്ത പോലെയാണ് ഇവരെ കാട്ടിക്കൂട്ടലുണ്ടല്ലേ. അമ്മ ഉണ്ട്, ആമിക്കുട്ടിയുണ്ട് ഇവിടെ കിടക്കണേ ഈ ലിവിംഗ് റൂമിൽ തന്നെ. അവിടെ മാറ്റ്, അവിടെ TV വെച്ച് അവിടെ ഞങ്ങളൊരു മാറ്റൊക്കെ നിലത്തിട്ടുണ്ട്, വലിയൊരു മാറ്റ്. ആ മാറ്റിലും സെറ്റിലുമായിട്ട് ചെക്കന്മാർ കിടക്കുന്നുണ്ട്. ഹസ്ബൻഡ് മാത്രം മുകളിൽ പോയി കിടക്കും. മൂത്ത എണീറ്റിട്ട് അല്ല പ്രേതം വരുന്ന പോലെ വീട്ടിൽ ലൈറ്റ് ഇടാതെ കൃഷ്ണൻ്റെ അവിടെ ലൈറ്റ് ഉണ്ട്, അവിടുത്തെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഒരു പുതപ്പം തൂക്കി വരും. എന്തിനറിയോ? ഇവിടെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കെട്ടുപിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കിടക്കാൻ നേരത്തെ ഇവരെ കൊണ്ടുപോയാൽ മതി. അത് ചെയ്യൂല. ചിലപ്പോൾ കാണാൻ വിളിച്ചുകൊണ്ട് പോകണം, ചിലപ്പോൾ അത് ചെയ്യൂല. എന്നിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ താഴെ വന്നിട്ട് അവരെടുത്ത് കിടക്കുക. ഞാൻ പിന്നെ ഡോർ അടയ്ക്കാറില്ല. എനിക്കറിയാം ഇവർ ഈ വൃത്തിയുടെ സ്വഭാവമൊക്കെ. കാരണം രാവിലെ വന്നിട്ട് ഈ സമയത്ത് വന്നിട്ട് ഡോർ നിറച്ചേ കിഡ്നി മുകളിൽ നിന്നൊരു വിളിയുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിത് വെറുതെ ഉറക്കം പോണ്ടാച്ച് ഞാനത് 2-3 ദിവസം പുള്ളി അടുപ്പിച്ച് വന്നിട്ട് ഇവിടെ കിടക്കുക, വാതിൽ തുറക്കുക, ലൈറ്റ് ഇടക്കുക. എനിക്ക് ഉറക്കം പോയി. അടുപ്പിക്ക് ശീലമായിട്ട് 4:30 കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഉറക്കം പോവാണ് പ്രാന്ത് പരിപാടി കേട്ടോ. അപ്പം ഞാൻ എന്നിട്ടേ എന്ത് ചെയ്തു പറയും, ഞാൻ ഫുള്ള് കാണിക്കാത്ത ഉള്ളിൽ ഇപ്പം അവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് ഞങ്ങളെ വീടിൻ്റെ പോർച്ച് ഭാഗമാണ് കേട്ടോ. ഗേറ്റ് കണ്ടു, തൊട്ടപ്പുറത്തെ വീടാണ്. അവർ ഇതിൻ്റെ ഓണർ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അവിടുത്തെ ചേച്ചിയുടെ ആങ്ങള. അപ്പോൾ അവരെ വീടാണ് അത്. ഒരേപോലെയാണ് ഞങ്ങളുടെ ഗേറ്റ്. അവരെ വീട് ഇച്ചിരി ഉള്ളിലേക്കാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഹസ്ബൻഡിൻ്റെ പ്രാന്താട്ടോ. കാരണം പുള്ളിക്കാരനൊരു ഇതുണ്ടായിരുന്നു, ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കുറേ ചെടികളൊക്കെ എന്തൊക്കെയോ എനിക്ക് പിന്നെ ഈ പ്രാന്തൊന്നുമില്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു ചെടികൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇനി ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നിങ്ങളെ സ്വന്തം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയാണ്. ഒരിക്കലല്ല കേട്ടോ. ഈ വീട് എന്ന് പറയുമ്പോൾ ഇതിനൊരു കഥയുണ്ട്. എൻ്റെ അസുഖ കാരണം, അതായത് ഇതൊക്കെ ആദ്യം ഞാൻ ചെടികൾ കളിക്കാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളെ മുതലാട്ടോ. നമ്മളെ മുതലെന്ന് പറയുമ്പോൾ ഇത് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ സ്കൂട്ടിയാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്വന്തം പൈസ ഞാൻ ജോലിക്ക് വന്ന സമയത്ത് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാണ്. പക്ഷേ ഇതിൽ ഞാൻ പോകൽ കുറവാണ്. ഹസ്ബൻഡ് അന്ന് മുതലേ എന്നെ കൊണ്ടാക്കി ശീലമായതുകൊണ്ട് പുള്ളി ഇത് മേടിച്ചിട്ടും വലിയ കാര്യമാണ്. തെറ്റണ സമയത്ത് ഞാൻ പോകും. അല്ലാത്ത സമയത്ത് ഇതിങ്ങനെ മണി പ്ലാന്റും ഒക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെടികളുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഗേറ്റ് കഴിഞ്ഞാൽ അവിടെ ഇത് പോർച്ചാട്ടോ. ഇതാണ് ഞങ്ങൾ ചാരു കസേര. ഇത് പിന്നെ ഷൂറാക്കാണ്. പിന്നെ ഇവിടെ എല്ലാവരും അങ്ങനെ വയ്യാത്തതുകൊണ്ട് ആരും ഓടി പാഞ്ഞ് ഉള്ളിക്ക് വരില്ല. അപ്പോൾ അത്യാവശ്യം ഘട്ടങ്ങളിൽ നമ്മളെ റിലേഷനിൽ ആരെങ്കിലും വന്നാൽ മാത്രമേ ഉള്ളിക്കാറുള്ളൂ. ബാക്കി എല്ലാവരും ഒരു ചെയർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചാരു കസേര എടുത്തിട്ടുണ്ട്. കണ്ടോ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടു. ഈ ബാഗ് ഉണ്ടല്ലോ, ഈ ബാഗ്സ് ഇത് ഞങ്ങൾ 600 രൂപയ്ക്ക് ഓൺലൈനിൽ വാങ്ങിയതാട്ടോ. ഇപ്പോഴും നല്ല കുറേ ആയി. പക്ഷേ ഇതിപ്പോൾ നിന്നു. രാത്രി നല്ല ലൈറ്റൊക്കെ നല്ല ഭംഗിയത് കാണാം. പിന്നെ ഇവിടെ ഓരോ കതിരൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്ത് അതിന് പിന്നെ കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച്. ഇതൊക്കെ വീട്ടിലുള്ള ചെടികളാണ് കേട്ടോ. കൈപ്പിന് വീട്ടിൽ പുള്ളിക്കാരനെ അവിടെ അമ്മേനോട് പറഞ്ഞ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞങ്ങളുടെ വീട് മാറിയ സമയത്ത് അവിടെ നിന്ന് കുറേ ചാറ്റ്. ഇതൊക്കെ പുള്ളിക്കാരൻ്റെ ഭ്രാന്തുകളാണ്. എനിക്കിതൊന്നുമില്ല. എന്നോട് എപ്പോഴും പറയണം എനിക്ക് എന്ത് ഭ്രാന്തള്ളത് ചോദിക്കും. പിന്നെ വണ്ടിയാണേ. പിന്നെ അങ്ങനെ പിന്നെ ഒരു മാവുണ്ട്. ഞാൻ ഇപ്പോൾ ഫുള്ള് കാണില്ലല്ലോ. പകുതിയുള്ളൊരു മാവിൻ്റെ ആ മാവ് നിറച്ച് മാങ്ങയുണ്ട്. പായ് വരുന്നുള്ളൂ. പക്ഷെ അത് മുത്തിട്ടില്ല, റെഡിയായി വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്നെ കാണിക്കാം. ഇനി വരുന്നത് എന്താ വെച്ചാൽ ഇന്ന് രാവിലെ ഇങ്ങനെ ഉണർന്നപ്പോഴേ ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ എന്താ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് ഉറക്കമില്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ നിങ്ങളോട് ഇങ്ങനെ പറയേണ്ടായിരുന്നു. അപ്പോൾ ഇത് പറയുകയും ചെയ്യാം. ജസ്റ്റ് ഞാൻ ഇവിടെ ഇനി കുറച്ചേരം ഇരിക്കട്ടെ കേട്ടോ, ഇരുന്നിട്ട് സംസാരിക്കട്ടെ. കൈ ഷിവറിങ്ങുള്ളതുകൊണ്ട് ചിലപ്പം ഇതൊരു വൃത്തി ഉണ്ടാവില്ല. ഷിവറിങ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒന്ന് പിടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ
എനിക്ക് ഇങ്ങനെ വയ്യാണ്ടായപ്പോൾ അസുഖം വന്നപ്പോൾ ഈ കിഡ്നി മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ നാട്ടിൽ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ആളുകൾ ഞങ്ങളെ സഹായിച്ചിട്ടാണ് കേട്ടോ എനിക്ക് ഈ കിഡ്നി മാറ്റി വെച്ചിട്ട് എല്ലാവരും സഹായിച്ചു. അപ്പോൾ ആ സഹായിച്ചപ്പോൾ അതിൽ കുറച്ച് പൈസ ഉള്ളത് ഞങ്ങൾ ഒട്ടും കളഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ ചികിത്സയ്ക്ക് എടുത്ത് ബാക്കിയുള്ള പൈസ ഞങ്ങൾ വീട് മേടിച്ചു. കാരണം ഞങ്ങളെ വീട് ജപ്തി വെക്കലായിരുന്നു. അപ്പോൾ പല ആളുകൾക്കും ഇഷ്ടക്കേടുകൾ ഉണ്ടാവും കേട്ടോ. കാരണം വീട് മേടിക്കുമ്പോൾ പറയില്ലേ ചികിത്സയ്ക്കുള്ള പൈസ എടുത്തു. പക്ഷെ ഒരിക്കലുമല്ല. എൻ്റെ ചികിത്സ കഴിഞ്ഞ് ഏകദേശം സർജറി കഴിഞ്ഞ് 1-2-3 മാസം ഞങ്ങളവിടെ നിന്നു. ആ സമയത്ത് പിന്നെ നമ്മൾ പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നേക്ക് അത് ഉണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചും അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഹസ്ബൻഡ് വേഗം ഒരു വീട് മേടിച്ചത്. കാരണം പിന്നീട് 3 കുട്ടികളുണ്ട് കാലിൻ്റെ ചുവട്ടിൽ. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ജോലിയില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ മുടങ്ങി. പുള്ളിക്കാരൻ്റെ ഒരു ഒറ്റക്കൈയിൽ കിട്ടുന്ന വേണം 3 കുട്ടികളുടെ കാര്യം. അപ്പോൾ ഇങ്ങനത്തെ കാര്യം സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. കാരണം ഓൾറെഡി പുള്ളിക്കാരൻ വാങ്ങിയ സ്ഥലവും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗോൾഡ് കംപ്ലീറ്റ് പോയി. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുടെ ഇടയിലാണ് എനിക്ക് വയ്യാണ്. അതുവരെ ഞങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല. കാരണം ഇപ്പോൾ വീട് പോലും ഇനി ഞങ്ങൾക്ക് 2 പേർക്ക് ആരോഗ്യമുണ്ട്, ജോലി ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ള അങ്ങനെ ഒരു ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ വീണോടുകൂടി പുള്ളിക്കാരൻ ആകെ തകരാറിലായി. കാരണം അതിപ്പോൾ തകരാറെന്ന് പറയുമ്പോൾ വലിയ സംഭവമായിട്ടല്ല ഞാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന്. പക്ഷേ പുള്ളിക്കാരനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാനുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ കാര്യം എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ആരിലെങ്കിലും ഞാൻ എൻ്റെ കുട്ടികൾ നോക്കുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ഭയങ്കര കോൺഫിഡൻസ് എന്ന് പറഞ്ഞില്ല, ഒരു അഹങ്കാരം എന്ന് പറയാം. പക്ഷേ ആ ദൈവം എനിക്കൊരു അടി തന്നപ്പം കാരണം നീ അഹങ്കാരത്തെ ഇപ്പോൾ എവിടെയും വെക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ഫോൺ എവിടെ കുത്തിച്ചായിട്ട് വെക്കാൻ പറ്റണില്ല. എന്തായാലും ഞാൻ എപ്പോഴും പിടിച്ചിട്ടുണ്ട് കേട്ടോ തൽക്കാലം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. പക്ഷേ അത് ദൈവം നമുക്കൊരു അടി തന്നു. പക്ഷേ ദൈവം എന്നെ കുടുക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഞാൻ ദൈവത്തിനെ കുറ്റം പറഞ്ഞാൽ ദൈവം ഒരിക്കലും എന്നെ കുടുക്കിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ എത്രയോ പേര് ചികിത്സയ്ക്ക് പണം ഇല്ലാതെ മരിച്ചു പോകുന്നൊരവസ്ഥ വന്നിട്ടുണ്ട് അല്ലേ. അത് മാത്രമല്ല, നമുക്ക് മരിച്ചു പോകാൻ മാത്രമല്ല, പിന്നെ നമുക്ക് എല്ലാം കിടപ്പാടൊക്കെ നഷ്ടപ്പെട്ട് അല്ലേ, ലോൺ എടുത്ത് അങ്ങനത്തെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഓൾറെഡി ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും ദൈവം എനിക്ക് എല്ലാവരും സഹായവും തന്നിട്ട്. എടാ കുഞ്ഞാമ്മണ്ടല്ലേ അമ്മ വീഡിയോ എടുക്കണം കണ്ടില്ലേ, ഇവരവിടെ എന്തൊക്കെയോ ഒച്ചുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവരെ ചീത്ത പറഞ്ഞാണ്. അപ്പോൾ കാര്യം എന്താ വെച്ചാൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതാന്ന് പറയുമ്പോൾ എത്ര ജൂണിൽ എൻ്റെ അസുഖം അറിഞ്ഞു അല്ലേ. ആ സമയം തൊട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു, ഫണ്ടിൻ്റെ കാര്യങ്ങൾ നോക്കി. അമ്മ ഡോണർ, അമ്മയുടെ എല്ലാ കാര്യം എനിക്ക് മാച്ചായി. അമ്മ എനിക്ക് കിഡ്നി തന്നു. അപ്പോൾ ആഗസ്റ്റ് 10 സർജറി കഴിഞ്ഞു. ഫണ്ട് അപ്പോഴേക്ക് റെഡിയായി. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുടെ ഫലം ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ടും എൻ്റെ പൈസ ശരിയായി. 12 ലക്ഷത്തോളം ഞങ്ങൾ ആശ്രമിംസ് കോഴിക്കോട് ചിലവാക്കി. ബാക്കിയുള്ള കുറച്ച് പൈസ എടുത്തിട്ടും കുറച്ച് ലോൺ എടുത്തിട്ട് ഈ വീട് വാങ്ങിയിട്ടു. എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കുറച്ച് പൈസ മാറ്റി വെച്ചു. ഒന്നും നമ്മളത് ചിലവാക്കിയിട്ട് ഒന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് എന്തിനാ വീട് വാങ്ങി ഫുൾ പൈസ അവളുടെ ചികിത്സയ്ക്ക് എടുത്തൂടെ എന്ന് പറയുന്നത്. പക്ഷേ പൈസ എന്നുള്ള കാര്യം ഞാനും എപ്പോഴും പറയുന്നതാണ്, നമുക്ക് ചികിത്സയ്ക്ക് എടുക്കണം. പക്ഷെ അത് ധാർമ്മ്യം തീർന്നു പോകും. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നെ ആ പൈസ എടുത്തിട്ടാവും ചെയ്യുക. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് നമുക്കൊന്നും ഉണ്ടാവില്ല. പിന്നീട് നമുക്കൊരിക്കലും ഇങ്ങനൊരു അവസ്ഥ വരില്ല. അപ്പം ഞാൻ ചിന്തിച്ച കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അല്ലേ, നമ്മളത് ചിന്തിക്കണം. നമ്മൾ പറഞ്ഞ പോലെ എനിക്കൊന്നും വരില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് നിന്നൊരാളാണ് ഞാൻ. പക്ഷെ അതൊക്കെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടാണ് ലാസ്റ്റ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു എനിക്ക് എന്തെങ്കിലും പറ്റില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരാൻ പാടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ സ്വന്തം വീടില്ലേന്ന്. ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ജപ്തി വക്കലായിരുന്നു. അത് അറിയാലോ, മനുഷ്യന്മാരാണ്. അച്ഛൻ റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങി ഗോൾഡ് കംപ്ലീറ്റ് പോയി, ഞങ്ങളുടെ എല്ലാം പോയി, നഷ്ടപ്പെട്ടു. പക്ഷെ അച്ഛൻ ആ പൈസയും കൊണ്ടാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കിയതും. പക്ഷേ എന്തോ നമുക്കൊരു ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഭാഗ്യക്കേട് അറിയാം. അതൊക്കെ നഷ്ടപ്പെട്ട് അച്ഛൻ പറിച്ച് കടത്തിലൊക്കെ ആയി, ജപ്തി വക്കലായി. പിന്നെ ഇപ്പോൾ അങ്ങനെയൊക്കെ ഓരോ അവസ്ഥകളൊക്കെ വന്നപ്പോൾ നമുക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ടപ്പോൾ പിന്നെ പറയാനും വയ്യ. കാരണം ഒന്നാമത് പ്രായമുള്ള ആളായി. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചൊക്കെ പറയാമെന്നുള്ളത് വല്ലാതെ അങ്ങോട്ട് അത് നിർബന്ധിച്ച് ഇന്നത് വേണം ഇന്ന വേണം പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ അവസ്ഥയിൽ നമ്മൾ പറയല്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ടോ. പറയേണ്ടി വരുന്ന സമയത്ത് നമുക്ക് പറയേണ്ടി വരും, അത് വേറെ കാര്യം. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചു പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാനെങ്ങാനും മരിച്ചു, നമ്മളെല്ലാം കാണല്ലോ, എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ഞാനാണ്. 6 വർഷം മുന്നേ എൻ്റെ കിഡ്നി പോയത് ഞാൻ അറിഞ്ഞില്ല. ഒരു ചെറിയൊരു ചെക്കപ്പ്, ഒരു ക്രിയാറ്റിൻ്റെ ലെവൽ പോലും നോക്കാത്ത ഞാൻ ഒരു സുപ്രഭാതത്തിനായിട്ട് ഇരുന്ന് പോയി. പിന്നെ എനിക്ക് കുറേ ചിന്തകളാണ്, എനിക്ക് എന്തെങ്കിലും പറ്റി എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും. ഹസ്ബൻഡ് ഓക്കെ, കാരണം നമുക്കറിയാൻ പറ്റില്ലേ, വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ വേണ്ടേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓവറായിട്ട് ചിന്തിക്കുകയാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് 10 ദിവസം 2 ലക്ഷം രൂപ കിട്ടിയാൽ അഡ്മിറ്റായത്. കാരണം ഓവർ തിങ്കിങ് പാടില്ല. പക്ഷെ ഞാൻ ചിന്തിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് ഇവരൊക്കെ ഉണ്ട് കേട്ടോ, എന്തൊക്കെ പറയാം. എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാർ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ചേച്ചി, എൻ്റെ ബ്ലഡ്, പിന്നെ എൻ്റെ അമ്മയുടെ വീട്ടുകാർ, ഹസ്ബൻഡ് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് കുറച്ച് ചിന്തകളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ കുറച്ചൊക്കെ എങ്ങനെ എഴുതുന്ന കൂട്ടത്തില്ല കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെ 4:30 ഉണർന്ന് ഞാൻ ബാത്റൂമിലൊക്കെ പോയി വന്ന സമയത്ത് പിന്നെ ഉറക്കല്ല. പിന്നെ ഞാൻ ചിന്തിക്കുകയാണ് എന്താണ് എൻ്റെ അവസ്ഥ, എങ്ങനെ വരും, ഞാൻ ജീവിക്കുമോ, ഇതൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മളിങ്ങനെ നമുക്ക് എപ്പോഴും അറിയാം നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കാം. നമുക്ക് വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ ഞാൻ ചിന്തിച്ചെന്താ വെച്ചാൽ ഓക്കെ എൻ്റെ ചികിത്സകൾക്ക് ഇപ്പോൾ 3 ലക്ഷങ്ങളൊക്കെ ചിലവാക്കി, ഏകദേശം ഞാൻ ട്രാക്കിൽ കയറി. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ട് ഫിക്സൊക്കെ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷേ ഞാൻ മരിച്ചു പോയ എൻ്റെ കുഞ്ഞുങ്ങളെ ഓക്കെ എനിക്കൊരു വീടുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് ഒരു വാക്ക് മേടിച്ചിട്ടുണ്ട്. എൻ്റെ ചികിത്സ അല്ല അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എനിക്ക് വീട്.
രണ്ടും ഉണ്ട്. ചികിത്സ എൻ്റെ മുടങ്ങാൻ പാടില്ല, ഈ വീട് എനിക്ക് നഷ്ടപ്പെടുന്നത്. കാരണം ഇത് വിറ്റിട്ട് ഇനി എന്നെ വിറ്റിട്ടൊരവസ്ഥ വന്നാൽ എന്നെ ചികിത്സിക്കേണ്ട. കാരണം എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ആദ്യം വിചാരിച്ചു മാക്സിമം എന്നെ കൊണ്ട് നിങ്ങൾ ചികിത്സിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞു എൻ്റെ വീട് എനിക്ക് നഷ്ടം, ഇതൊക്കെ ഞാൻ പറഞ്ഞാണ്. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞു വീട് കൊടുത്തിട്ട് തന്നെ ചികിത്സിക്കാനുള്ള അവസ്ഥ വന്നാൽ അത് ചെയ്യരുത്. കാരണം പിന്നീട് നമുക്കൊന്നും ഉണ്ടാവാതെ ഇനി നമുക്ക് ആളുകളാരും നമ്മളെ സഹായിക്കേണ്ട, ആരും സഹായിക്കേണ്ടാവില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് അമ്മ കാരണം ഞങ്ങൾക്ക് ഒന്നും ഇല്ല എന്നുള്ളൊരു പറയാൻ ഒരിക്കലും അവസ്ഥ വരുത്തരുത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു എന്തിനാ പേടിക്കണേ, ഞാനിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ നോക്കില്ലേ, നമ്മുടെ വീട് കളികൾ ഞാൻ കളിക്കില്ല. നമുക്ക് എല്ലാവർക്കും നല്ലതും അല്ലേ, നന്മയും തിന്മയൊക്കെ എല്ലാവരും ജീവിതത്തിലുണ്ടാവും. എല്ലാവരും പെർഫെക്റ്റ് കപ്പിൾസ് ഒന്നും അല്ല. പക്ഷേ ഈ ഒരു പേടിയും പേടിക്കണ്ട, നിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ഞാൻ മുടക്കില്ല, ഞാൻ എങ്ങനെയാണ് നീ നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തമാശയായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു ഇങ്ങൾക്ക് നല്ല ഭാര്യനെ കിട്ടും, പക്ഷേ എൻ്റെ കുട്ടിയൊക്കെ ഞാൻ അതിനെ വേണ്ട ജീവിച്ചാൽ അല്ലേക്ക് പറ്റുള്ളൂ പറഞ്ഞു. ഞാൻ തമാശ അറിയും കേട്ടോ. അങ്ങനെ അതൊക്കെ ഇപ്പം ഇന്നിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു പോയില്ലേ. ഉറക്കല്ലാതെ ഇങ്ങനെ നീറ്റിരിക്കുന്ന സമയത്താട്ടോ അതൊക്കെ ഇങ്ങനെ ചിന്തകൾ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല. സാധാരണ ഞാൻ തലേ ദിവസം എടുത്ത് വെച്ച് സെറ്റ് ചെയ്യും. ഇന്ന് വിചാരിച്ചു ഇനി മൊത്തത്തിലൊന്നും കാണിക്കാൻ എനിക്ക് കഴിയില്ല. ആ പൊട്ടന്മാർ ഇത് അവിടെയൊക്കെ കിടക്കുന്നുണ്ട്, അതാണ് ഡോറന്നെ അടച്ചിട്ടുള്ള കാരണം. അപ്പോൾ അത് അവിടെ നിന്ന് ഒച്ചവിളിയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അമ്മ എന്താ അവിടെ കാണിക്കാനൊക്കെ പറയുകയാണ്. അവരെ കൂട്ടിയിട്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ പോട്ടെ. പിന്നെ എൻ്റെ പുറത്തെ നമ്മുടെ ചാരുകളെ എല്ലാവരും വിചാരിക്കും ഇതിൽ വയസ്സന്മാരെല്ലായിരിക്കും. അപ്പം ഞാനാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ വയസ്സെത്തി അറിയാം. പണ്ട് ഞാൻ ഇവിടെ എനിക്ക് വയസ്സൊന്നും ആയില്ല എന്ന് പൗറാട്ടി പറഞ്ഞാൽ ഞാനാണ്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ രോഗിയായിരിക്കും. കാല് എന്താ പറയുക സോക്സൊക്കെ ഇട്ട് കാല് കടച്ചിൽ മാറ്റാൻ വേണ്ടി ഫാൻ ഇടാതെ ഇങ്ങനെയൊക്കെ കിടക്കണ ഞാനാണ്. ഇപ്പം അതേ ഒരു ഭാഗത്ത് ഒതുങ്ങിപ്പോയി. എന്താ ചെയ്യുക, ദൈവത്തിൻ്റെ വിധിയാ, സോറി എൻ്റെ വിധി. ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് അറിയില്ല നമ്മളിങ്ങനെ. പക്ഷെ ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പുള്ളിക്കാരെ തീരുമാനിച്ചിട്ടുണ്ടാവില്ലേ. സങ്കടമൊന്നുമില്ല കേട്ടോ, ഒരുപാട് പ്രാർത്ഥനയുണ്ട് എനിക്ക്. പക്ഷെ ഒരുപാട് ഇഷ്ടക്കേടുകളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടാവും അഹങ്കാരി എന്നുള്ള നിലയ്ക്ക്. കാരണം ഞാൻ എല്ലാം തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അതിനിപ്പോൾ ഞാൻ ഹസ്ബൻഡായ പോലും ഞാൻ തുറന്ന് പറയും. ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെട്ടില്ല പറയും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് ശരിയായില്ലെങ്കിൽ ശരിയായില്ല പറയും. പിന്നെ ഞാൻ എന്നൊരു വ്യക്തിയെ കുറിച്ച് എല്ലാവർക്കും ഭയങ്കര നല്ല അഭിപ്രായം ഉണ്ടാവില്ല അല്ലേ. നമ്മളെല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ കഴിയില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തി 37 വയസ്സുള്ള ഞാനാണ്. പക്ഷേ ഞാൻ ടീഷർട്ട് മുടിയൊക്കെ ഇട്ട് ഹസ്ബൻഡ് റേബാൻ ക്ലാസ് മെല്ലെ പൊക്കിയിട്ട് എൻ്റെ സ്കൂട്ടിയിൽ ബട്ടർഫ്ലൈ ആയിട്ട് പാറി പറഞ്ഞ ഞാനാണ്. ഒരു സുപ്രഭാതത്തിൽ സ്കൂട്ടിൽ നിന്ന് ശരിച്ച് വെക്കാൻ പോലും എനിക്ക് പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കിഡ്നി ഇവിടെ റൈറ്റ് സൈഡാണ്, എനിക്കിവിടെ കുളത്തി പിടിക്കും, ഫുൾ ഞാൻ കിടക്കേണ്ടി വരും. അപ്പോൾ ദൈവം ഇത്രയും കാലം നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടായ ജീവിതമാണല്ലോ. ആ ഭയങ്കര പെർഫെക്റ്റ് ഒന്നും ഒരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അത് പക്ഷേ എങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളൊക്കെ എല്ലാം ഇങ്ങനത്തെ അസുഖം പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ട് പോകാത്ത ഹസ്ബൻഡ് കൂടല്ലേ. എന്തൊക്കെ നമ്മൾ ചീത്ത പറഞ്ഞാലും തെറ്റിപ്പോയാലും എന്തൊക്കെ നമ്മൾ സംഭവിച്ചാലും എന്നെ നോക്കിയില്ല ഇത്രയും കാലം. ഇവിടെ അങ്ങോട്ട് നോക്കണ കാര്യം നമ്മൾ ചിന്തിക്കണ്ടേ, ഇതുവരെ എന്നെ നോക്കിയില്ലേ. അപ്പോൾ അത് വലിയ കാര്യമായിട്ട് ഞാൻ കൂട്ടി. ഇവിടെ അങ്ങോട്ട് എന്ത് വന്നാലും നമുക്ക് ഓക്കെ പോട്ടെ, നമുക്ക് അന്ന് ചിന്തിക്കേണ്ട. കാരണം ഓവറായിട്ട് ചിന്തിച്ചാൽ പിന്നെ ഞാൻ പോയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്ത് 2 ലക്ഷം കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്ര എന്നെ നോക്കിയില്ല, അത് വലിയ കാര്യമല്ലേ, അത് ഞാൻ ചിന്തിച്ചു. പിന്നെ 37 വയസ്സ് വരെ സ്വന്തം ഇഷ്ടപ്രകാരം ആരുടെ മുന്നിൽ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് വന്നില്ല. കാരണം മാരേജിന് മുന്നേ തൊട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇന്നും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ഞാൻ എന്ത് ചെയ്യണം. എൻ്റെ എല്ലാവരും എന്താ 6 മണിക്കൂർ സർജറി കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എല്ലാവരും അയ്യോ ഞാൻ മരിച്ചു പോകും, എൻ്റെ കുട്ടികളെ കാണണം ഭർത്താവിനെ കാണണം എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഞാനുള്ള വ്യക്തി എന്താണെന്നറിയോ, ആർക്കത് അവിടെ അറിയണം വിരുന്നാരും വരുമെന്ന് അറിയില്ല. ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയോ, സർജറി ഓഗസ്റ്റ് 19 കേട്ടോ. കറക്റ്റ് പറഞ്ഞിട്ട് ഈ മാസം 19 7 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ സെപ്റ്റംബർ 4 പുനർജനി എന്നുള്ളൊരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ചിന്തിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ അത് എൻ്റെ ഒരു കോൺഫിഡൻ്റാണ്. എന്താ വെച്ചാൽ എന്താ കാക്കയത് ഇങ്ങനെ. അപ്പം ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയോ, ഞാൻ കാരണം ഇവരൊന്നും ബുദ്ധിമുട്ടാൻ പാടില്ല. അപ്പം നിങ്ങൾ പറയും ഇത്രയും ആളുകൾ ലക്ഷങ്ങളൊക്കെ പിരിച്ചു തന്നില്ലേന്ന്. പക്ഷെ ഞാൻ ചിന്തിച്ചതാണ് എനിക്ക് വീടില്ല, ഒരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സേഫായി, എൻ്റെ സർജറി കഴിഞ്ഞാൽ ഏകദേശം ഞാൻ ഓക്കെ ആയി. അപ്പോൾ എനിക്കിനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ആരും ഡിപ്പെൻഡ് ചെയ്യരുത്, എന്ത് ചെയ്യണം ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു ഞാനൊരു ചാനൽ തുടങ്ങിയാൽ. പുള്ളിക്കാരൻ നിനക്ക് എന്താ പ്രാധാട് ചോദിച്ചു. കാരണം ചാനലൊക്കെ തുടങ്ങി അത് ഇപ്പം നീ റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞേ റെസ്റ്റ് എടുക്കണം എന്നല്ല, പക്ഷേ എനിക്ക് ഞാൻ ഒന്നാമത് ഈ മാരേജിന് മുന്നേ തൊട്ട് ജോലി ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത് തരുമോ അത് തരുമോ ചോദിച്ച് ശീലമല്ല. എന്തുണ്ടെങ്കിലും ഞാൻ അവിടെ പറയാം നമുക്ക് പോകാനിരിക്കും, പൈസ ഉണ്ടോ, പൈസ ഉണ്ട്, ആ ശരി സെറ്റ്. പിന്നെ എനിക്ക് എന്ത് വന്നാലും എൻ്റെ കുട്ടികൾക്ക് എന്ത് വന്നാലും എനിക്ക് ഒരു കോള് മതി, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ഞാൻ ഇന്ന ദിവസം കൊണ്ട് തിരിച്ചു തരും. അല്ലെങ്കിൽ ഹസ്ബൻഡോട് ഞാൻ പറയും എന്ത് പേടി, പൈസ ഞാൻ തരാം പോവല്ലേ അങ്ങനെ. അപ്പോൾ പുള്ളിക്കാരൊരു ധൈര്യമാണ്, കാരണം ഞാൻ ഒരിക്കലും കുടുങ്ങില്ല അല്ലെങ്കിൽ ഓളിനോട് ബുദ്ധിമുട്ടിക്കില്ല എന്നല്ലേ. പക്ഷെ ഇപ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഞാൻ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന ആളല്ലേ. എനിക്ക് അത് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കും ഇത് ചോദിക്കണ്ടേ, എനിക്ക് മടിയാണ്. പക്ഷെ കണ്ടറിഞ്ഞാൽ വാങ്ങിത്തരും, എനിക്ക് വേണ്ടതല്ല. അപ്പോൾ ഡ്രസ്സാണെങ്കിൽ കൂടി എനിക്ക് ഈ ഇത് ചുരിദാർ ഇടാൻ പറ്റിയല്ലോ എനിക്ക് ഈ സർജറി കഴിഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാർ ഇതേപോലെ ഞാൻ മാക്സ് ഇടാത്ത ആളാട്ടോ. ഇതിലും അന്ന് ഞങ്ങൾ കോഴിക്കോട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പോയിട്ടുണ്ട് പറഞ്ഞു അനക്കിടാനുള്ള ഡ്രസ്സ് ഞാൻ മേടിച്ചു തരാം, എന്താ വേണ്ടത്. ഞാൻ പറഞ്ഞു കഫ്താനി മേടിച്ചു തരും. ഇത് കഫ്താനി ആ ഒരു കാണിച്ചില്ല നിങ്ങൾക്ക് കുറച്ച് ലൂസ് ടൈപ്പ് ഉള്ളത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൽ പുള്ളിക്കാരൻ പോയിട്ടാണ് ആദ്യമായിട്ട് എനിക്ക് കഫ്താനി മേടിച്ചത്. അപ്പം നല്ല ഡ്രസ്സ് ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അങ്ങനത്തെ 3 4 മാക്സ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് സർജറി കഴിഞ്ഞിട്ട് അത് ഇടാം. നമ്മൾ ലൂസാണ് ഭയങ്കരമായിട്ട് നല്ലൊരു
കംഫർട്ടാണ് ഇടുന്ന സമയത്ത്. ഇരിക്കണ വൃത്തിയല്ല തോന്നുന്നു അല്ലേ. അപ്പോൾ കംഫർട്ടാണ് ഇടുന്ന സമയത്ത്. അപ്പോൾ ഇതിങ്ങനെ കസ്താനിയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ മീഡിയൊക്കെ പുള്ളിക്കാരൻ തന്നെ പോയിട്ട് എനിക്ക് മീഡി മേടിച്ച് തന്നു. കാരണം ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് നമുക്ക് 2 ദിവസം കൂടുമ്പോൾ പോകണ്ടേ. അവരിവിടെ വന്നിട്ട് ഇഞ്ചക്ഷനുകളൊക്കെ അവരിവിടുന്ന് ചെയ്യും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ ചുരിദാർ വലിച്ചിടാറുണ്ട് നല്ല ബുദ്ധിമുട്ട്. നമ്മൾ ചുരിദാറുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ അത് ടൈറ്റായി പോയി അങ്ങനെ. അപ്പോൾ സ്കേർട്ട് വാങ്ങി തന്ന്, അത് റെഡിയാക്കി, അതിനുള്ള ടോപ്സൊക്കെ വാങ്ങി തന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ എനിക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കുറ്റവും കുറവൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവല്ല എടുക്കണ്ടേ. അപ്പം അതൊക്കെ എനിക്ക് വാങ്ങി തരുന്നുണ്ട്, ഇന്നെ നോക്കുന്നുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു എന്നാലും എനിക്ക് ഡിപ്പെൻഡ് ചെയ്യരുത്, എന്ത് ചെയ്യണം ഞാൻ ആലോചിച്ചിട്ടാണ് പുനർജനി. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ റെസ്റ്റ് എടുക്കലാണ്. ഈ ഇപ്പം എൻ്റെ ചാനലൊന്നും ചിന്തിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുക്കുക തന്നെയാണ്, പക്ഷെ എനിക്കൊരു കാര്യം വേണം. എനിക്കിത് ശരിക്കൊന്നും അറിയില്ല കേട്ടോ, ചാനലൊക്കെ എങ്ങനെ തുടങ്ങുക, എഡിറ്റ് ചെയ്യുക, എങ്ങനെ ഇടുക, അതൊന്നും അറിയാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ സമയത്ത് പുള്ളി പിന്നെ എന്താ അറിയില്ല, പുള്ളി ചേച്ചിയും കൂടെ അങ്ങോട്ട് പ്ലാൻ ചെയ്ത്, എൻ്റെ ചേച്ചി പിന്നെ അമ്മ, എൻ്റെ ചേച്ചി, ഞാൻ ഹസ്ബൻഡാണ് കോഴിക്കോട് ആസ്ത്ര മിംസിൻ്റെ അടുത്ത് വീടെടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ രണ്ടാളും കൂടെ ചർച്ച ചെയ്ത് എനിക്ക് ബയോപ്സിക്ക് എന്തിനോ പിന്നെ കയറ്റിയ സമയത്ത് സ്റ്റെൻഡ് എടുക്കാൻ വേണ്ടി കയറ്റിയ സമയത്താണ് ഇവർ തലേ ദിവസം ഞങ്ങൾ ചർച്ച ചെയ്ത് ചാനലിൻ്റെ പേരൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു റീബർത്ത് ആ ഒരു ഇത് വരണം, കാരണം എൻ്റെ 2ാം ജന്മല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ചേച്ചി സജസ്റ്റ് ചെയ്തു റീബർത്താണ് ഞങ്ങൾക്ക് പുനർജനി എന്നുള്ള പേരിടുക. അപ്പോൾ ഓക്കെ ഞങ്ങൾക്ക് എല്ലാവരും കംഫർട്ടായി, ഓക്കെ അത് മതിയായിരുന്നു. അങ്ങനെ ആ പേരിട്ട് ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിൽ വീഡിയോസ് ഒന്നും എടുത്തില്ല, ചാനൽ തുടങ്ങി വെച്ചു. അത് പുള്ളിക്കാരൻ ചെയ്തു. പുള്ളിക്കാരൻ വലിയ ഐഡിയ ഇല്ല. പുള്ളി പറഞ്ഞു ഞാൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇതിലിടണമെങ്കിൽ വീഡിയോ കിട്ടണം പറഞ്ഞു. അങ്ങനെ എൻ്റെ എൻ്റെ വയറ്റിലെ സ്റ്റെൻഡ് എടുക്കാൻ പോണ സമയത്ത് ചെറിയൊരു അനസ്തേഷ്യ തന്നിട്ടാണ് കേട്ടോ സ്റ്റെൻഡ് എടുക്കാൻ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോണ സമയത്താണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ പിന്നെ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന സമയത്താണ് ആദ്യത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇടുന്നത്. അത് ജസ്റ്റ് ഒരു ഷോർട്സാണ് തോന്നുന്നു, വീഡിയോ അല്ല ഷോർട്സ്. അങ്ങനെ എൻ്റെ പുനർജനി ചാനലിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ 1 മാസം കൊണ്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട്, അത്യാവശ്യം വീഡിയോസൊക്കെ റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ബാക്ക് അടിച്ചു, ഇടയ്ക്ക് ഒരുപാട് വയ്യായികൾ വന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇടാനില്ല, എൻ്റെ ലൈഫല്ലാതെ എൻ്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ വീട്ടുകാർ, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട് പോണ കാര്യങ്ങൾ, ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് എന്താ പറയുക ഒരു മടുപ്പൊന്നും തോന്നുന്നില്ല. സംസാരിച്ചാൽ ഞാൻ അങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കും. എല്ലാവരും എന്നെ കളിയാക്കണ പോലെ. ഇപ്പോൾ ലൈവൊക്കെ വരുന്ന സമയത്ത് എല്ലാവരോട് ഇച്ചിരി വെള്ളം കുടിച്ചൂടെ, അല്ലെങ്കിൽ എന്താണ് ഈ സൂപ്പർ ഫാസ്റ്റ് എനർജി വേസ്റ്റായാലോ ഒക്കെ എന്നോട് പലരും പറയും കേട്ടോ. തമാശക്കല്ല, ഞാനത് ആ സീരിയസ് ആക്കി എടുക്കലുണ്ട് കേട്ടോ, സത്യമാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഞാൻ ഇന്ന് 11:30 ആണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. പക്ഷേ വൈകിട്ട് ലൈവ് ഷോർട്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഇനി ഒരുപാട് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നല്ലൊരു ദിനം നിങ്ങൾക്ക് ആശംസിക്കാൻ. നേരം വെളുത്ത് മാറ്റുന്നുള്ളൂ. അപ്പോൾ 6:15 ആയിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം നേരം വെളുത്തു. ലൈറ്റൊക്കെ ഓഫാക്കിൻ്റെ പുള്ളി വന്നിട്ട് എന്താണ് കൈ കൊണ്ട് കാണിക്കേണ്ടത്. ഞാൻ അങ്ങനെ ഒന്നും മിണ്ടിയില്ല, ഞാൻ ഇങ്ങനെ കാണിച്ചു എന്തെങ്കിലുമൊക്കെ ഇടുകയാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.